താലിബാൻ പാകിസ്ഥാനിലെ ഡുരൻഡ് ലൈൻ കടന്ന് മുന്നേറുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ തന്നെ പറഞ്ഞതുപോലെ പാകിസ്ഥാനിലെ സൈനിക പോസ്റ്റുകളെല്ലാം തകർത്ത് ക്രൂരമായ വെടിവയ്പ്പാണ് താലിബാൻ പാകിസ്ഥാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഷ്തൂൺ മേഖല, അതായത് ഖൈബർ പഷ്തൂൺഖ്വ മേഖല താലിബാൻ പിടിച്ചടക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇന്ത്യക്കും വളരെ ഗുണകരമാണ് ഖൈബർ പഷ്തൂൺ മേഖല താലിബാൻ പിടിച്ചടക്കുന്നത്. കാരണം പാക് അധീന കശ്മീർ ഇന്ത്യക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയ അവസരം അല്ലെങ്കിൽ കളം അങ്ങനെ ഒരുങ്ങും എന്നാണ് ഇന്ത്യ കരുതുന്നത്. പാകിസ്ഥാന്റെ ഈ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി പാകിസ്ഥാൻ എങ്ങനെ അഭിമുഖീകരിക്കും എന്നുള്ള ചോദ്യത്തിന് അവർ വലിയ സൈനിക വിന്യാസം താലിബാനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. താലിബാൻ ആണെങ്കിൽ ദുരന്ത് ലൈൻ കടന്ന് അവിടെ സൈനികരെ ക്രൂരമായ വെടിവയ്പ് നടത്തുമ്പോൾ സൈനികർ കൂട്ടപ്പാലായനം ചെയ്തു എന്ന റിപ്പോർട്ടും ഞങ്ങൾ ഇന്നലെ പുറത്തുവിട്ടതാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന സുപ്രധാനമായിട്ടുള്ള വാർത്ത, പാക് അധീന കശ്മീർ പാകിസ്ഥാന്റെ കയ്യിൽ നിന്നും പോകാതിരിക്കാനായി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉള്ളിൽ ഉള്ള ഭീകരവാദികളെ അഴിച്ചുവിടാനായി ഒരുങ്ങുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, പാകിസ്ഥാനിലുള്ള ഭീകര സംഘടനകൾ ലഷ്കർ-ഇ ത്വയ്ബ, ജയ്ഷെ മുഹമ്മദ് എന്നിങ്ങനെയുള്ള അതിഭീകരമായിട്ടുള്ള സംഘടനകളുണ്ട്. കശ്മീരിലേക്കും ഇന്ത്യയിൽ വളരെ വലിയ ആക്രമണങ്ങൾ നടത്താനായിട്ടും ഇന്ത്യക്കുള്ളിലും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാനും പാകിസ്ഥാൻ അവരെ ഇപ്പോൾ പുറത്തേക്ക് കുപ്പി തുറന്ന് വിടും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഇന്ത്യൻ ഇന്റലിജൻസ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതേ തുടർന്ന് ഇന്ത്യയിൽ വലിയ വലിയ നീക്കങ്ങളാണ് ഇനി അതിർത്തിയിൽ നടക്കാൻ പോകുന്നത്. ഇന്ത്യ അടക്കം വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം കശ്മീർ അതിർത്തിയിൽ നടത്താൻ പോകുന്നു, പാകിസ്ഥാൻ അതിർത്തികളിൽ നടത്താൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നേരത്തെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ ബംഗ്ലാദേശിലേക്കും പാകിസ്ഥാൻ പോയിട്ടുണ്ട്. ബംഗ്ലാദേശിലേക്ക് പാകിസ്ഥാൻ സൈന്യം പോയിരിക്കുന്നത് ബംഗ്ലാദേശിൽ അവിടെ ISI എന്ന് പറയുന്ന പാക് ചാര സംഘടനയുടെ പ്ലാനുകൾ നടപ്പിലാക്കി അവിടെ റോഹിംഗ്യൻ തീവ്രവാദ സംഘത്തെ പരിപോഷിപ്പിച്ച് ഇന്ത്യക്കെതിരെ തിരിച്ചുവിടാനാണ്. കിഴക്കൻ ഭാഗത്തു നിന്നും ഇന്ത്യക്കെതിരെ ഒരു വാർ ഫ്രണ്ട് അവർ തുറക്കും. ഇപ്പോഴിതാ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഭീകര സംഘടനകൾ നുഴഞ്ഞു കയറാൻ പോകുന്നു. അതിൻ്റെ ഇടയിലാണ് സൂയിസൈഡ് ഡ്രോണുകൾ ചൈന പാകിസ്ഥാനും ബംഗ്ലാദേശിനും കൊടുക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ 3 വാർ ഫ്രണ്ട് ഇന്ത്യക്ക് തുറക്കേണ്ടതായി വരും എന്ന റിപ്പോർട്ടുകളും ഞങ്ങൾ തന്നെ പറഞ്ഞതാണ്. ഇപ്പോൾ ഇന്ത്യ വമ്പൻ സൈനിക വിന്യാസം നടത്താനായി പോവുകയാണ്. 2 ദിവസം രാജ്നാഥ് സിംഗ് പറഞ്ഞതുപോലെ ഇതൊരു ഞങ്ങൾ ഏത് നിമിഷവും എന്തിനും തയ്യാറായി തന്നെയാണ് ഇരിക്കുകയാണ് എന്നാണ് പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സംഭവിക്കുകയാണ്. അതിർത്തിയിൽ നുഴഞ്ഞു കയറാൻ ഏത് നിമിഷവും തയ്യാറായി ഭീകരർ എത്താൻ പോകുന്നു എന്നാണ് നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ജമ്മു കശ്മീർ അതിർത്തിയിൽ സംഘർഷങ്ങൾ കുറഞ്ഞു എന്ന റിപ്പോർട്ട് 2024 റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ, അതായത് ഇന്ന് 31, നാളെ 2025 ജനുവരി 1, ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ പുതുവർഷം പിറക്കുകയാണ്. ഈ പുതുവർഷത്തിൽ ഭീകര സംഘടനകൾ ഞങ്ങളുടെ ശക്തി ചോർന്നിട്ടില്ല, ഞങ്ങൾ എപ്പോഴും ശക്തരായി തന്നെ നിൽക്കുന്നുണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ഈ റിപ്പോർട്ടിന്റെ പുറത്ത്. അതായത് ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ട് ഭീകര സംഘടനകൾക്കും പാകിസ്ഥാനും വലിയ തിരിച്ചടിയാണ്. ഇന്ത്യയുടെ അതിർത്തികളിൽ ഭീകരാക്രമണം വലിയ തോതിൽ കുറഞ്ഞു എന്നാണ് ഇന്ത്യ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിപ്പോർട്ട് വലിയ രീതിയിൽ അവർക്ക് അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ രീതിയിൽ തിരിച്ചു വരാൻ പോകുന്നു, ഞങ്ങളുടെ ശക്തി ക്ഷയിച്ചിട്ടില്ല എന്ന് കാണിക്കാനാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന്റെ കൂട്ടത്തിൽ താലിബാൻ ഈ ഖൈബർ പഷ്തൂൺ മേഖല പിടിച്ചടക്കുന്നതിന് മുമ്പ് തന്നെ പാക് അധീന കശ്മീർ വിട്ടുകൊടുക്കാതിരിക്കാൻ ഇന്ത്യയിലും വലിയ സംഘർഷങ്ങൾ സൃഷ്ടിക്കാനാണ് അവരുടെ ശ്രമം. എന്തായാലും ഇന്ത്യ ജാഗരൂകമായി തന്നെ കണ്ണ് തുറന്ന് ഇരിക്കുകയാണ്. ഒരു ന്യൂ ഇയർ ദിവസം ഒരു ഭീകരാക്രമണം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാൻ ഇന്ത്യ അനുവദിക്കില്ല. ഇന്റലിജൻസ് ബ്യൂറോ അതുകൊണ്ടാണ് ഇത് മുൻകൂട്ടി അറിഞ്ഞ് ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ സൈന്യത്തിന് കൈമാറിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.